റെജീന. ഞാൻ ഈദുസ്കിൽ പ്ലാറ്റ്ഫോമിലെ ഒരു സ്റ്റുഡന്റ്. ഇവിടെ നമ്മൾ ഗ്യാദർ ചെയ്തിരിക്കുന്നത് ഒഇടിയുടെ ഒരു റൈറ്റിംഗ് ടാസ്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. മാർവിസ് ബ്രാംപ്റ്റൺ എന്നുള്ള ഒരു റൈറ്റിംഗ് കേസ് നോട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കേസ് നോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ നമ്മുടെ റൈറ്റിങ്ങിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും തന്നെ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ഒന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒഇടിക്ക് പ്രത്യേക ടെംപ്ലേറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ റൈറ്റിങ്ങിനെ ഇസ്ബാർ എന്ന മെത്തേഡിലൂടെ നമുക്ക് പല വീഡിയോസിലായിട്ട് അത് തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മുടെ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണം. ആ വീഡിയോ വാച്ച് ചെയ്യണമെന്ന് നമ്മൾ റിപ്പീറ്റായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ അത് വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു കേസ് നോട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആവണം. അതാണ് നമ്മുടെ ആ വീഡിയോയിലും അച്ഛൻ അത് ഓരോ കാര്യങ്ങളും ലൈക്ക് ഇൻട്രൊഡക്ഷൻ എന്താണെന്നും ബോഡി പാരഗ്രാഫ് എന്താണെന്നും പിന്നെ എങ്ങനെ അതിന്റെ ഗ്രാമർ എന്താണെന്നും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ സമയം എടുത്ത് തന്നെ കാണണം. ചിലപ്പോൾ നമുക്ക് കുറെ പ്രാവശ്യം കാണേണ്ടി വരും. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേസ് നോട്ട് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഏബിൾ ആവുകയാണെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്. അതല്ല നിങ്ങൾക്ക് വീണ്ടും അത് കാണണമെന്ന് തോന്നിയാൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. അതിന് നിങ്ങൾ ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് അതിന് അത് പറ്റണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ. പിന്നെ ഇതുപോലുള്ള ഡിസ്കഷനുകൾ കൂടി നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ എഴുതുന്ന ഓരോ സെന്റൻസുകളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോ ഇസ്ബാർ എന്ന് വെച്ചാൽ അത് ഒരു ഇന്റർനാഷണലി അക്രഡിറ്റഡ് ടൂൾ ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ആണ്. അത് നമുക്ക് നമ്മുടെ ഏത് ലെറ്റർ ആയാലും, വെദർ ഇറ്റ് ഈസ് ലൈക്ക് ഡിസ്ചാർജ് ആയാലും, അർജന്റ് അഡ്മിഷൻ ലെറ്റർ ആയാലും, ട്രാൻസ്ഫർ ലെറ്റർ ആയാലും, ഏത് റെഫറൽ ലെറ്റർ ആയാലും, ഏതൊരു ലെറ്റർ ആയാലും നമുക്ക് സംശയമില്ലാതെ ഈ ഇസ്ബാർ ഉപയോഗിക്കുന്ന കണ്ടന്റും, അതായത് നമ്മുടെ റെലവന്റ് ഇറലവന്റ് സെമി റെലവന്റ് ഡേറ്റയെ നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റിങ്ങിനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് ആർക്ക് എഴുതിയാലും, നേഴ്സ് എഴുതിയാലും ഡോക്ടേഴ്സിന് എഴുതിയാലും എല്ലാം അത് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ നമ്മൾ ടെംപ്ലേറ്റ്സ് ഇല്ല എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴും നിങ്ങൾ ഓർക്കണം, അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ആയെങ്കിലും മാത്രമേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്കോർ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ടെംപ്ലേറ്റ്സ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതി വെക്കാം എന്നുള്ളതല്ല ആ ഒരു ടെംപ്ലേറ്റ്സ് ഇല്ല അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ടുള്ള ഒരു മീനിങ്. അപ്പോൾ ഇതിവിടെ അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പർപ്പസ്. അപ്പൊ നമ്മൾ ആ ഒരു പർപ്പസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്, അല്ലെങ്കിൽ എത്ര മാർക്ക് അതിനുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പർപ്പസിന് എത്ര മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ബി ഗ്രേഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടിയാലേ ഞാനത് എത്ര നന്നായിട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കണ്ടന്റ്, എന്തൊക്കെയാണ് കണ്ടന്റ്, അതിന് എത്ര മാർക്കുണ്ട്, ഈ കൺസൈസ്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓർഗനൈസേഷൻ, ജനറൽ ലാംഗ്വേജ്, ഈ കാര്യങ്ങളിലെല്ലാം കൂടിയാണ് നമ്മുടെ മാർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതറിയാതെ നമ്മൾ ആരും തന്നെ റൈറ്റിംഗ് എഴുതില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യവും എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ലെറ്റർ രീതിയിലൊന്ന് അനലൈസ് ചെയ്ത് ആ ഒരു കറക്റ്റ് മാർക്ക് ഇടാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ഓക്കെ എന്റെ പർപ്പസ് നല്ലതാണ്, അല്ലെങ്കിൽ എനിക്ക് എത്ര മാർക്ക് എന്റെ ഈ കണ്ടന്റിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം എന്റെ കൺസൈസ്നെസ് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നോക്കിയിട്ട് നമ്മൾ ഓരോ ലെറ്റർ എഴുതുമ്പോഴും ഇത് ചെയ്യണം. നമ്മൾ ഒരുപാട് ലെറ്റർ എഴുതുന്നതിലല്ല കാര്യം, എഴുതുന്ന ലെറ്റർ എനിക്ക് എത്രമാത്രം ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം അടുത്ത ലെറ്ററിലേക്ക് പോവുക. അവിടെ എന്താണ് എനിക്ക് മിസ്റ്റേക്ക്, അവിടെ ചിലപ്പോൾ എന്റെ ലാംഗ്വേജ് ആണോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ കൺസൈസ്നെസ് ആണോ, അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷനിലാണ്. എപ്പോഴും നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഓർഗനൈസേഷൻ ആണ് നമ്മൾ കൂടുതലും മിസ്റ്റേക്ക് വരുത്തുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒഇടി ലെറ്ററിൽ കുറെ കണ്ടന്റ് അത് അവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇല്ല. പക്ഷെ അതിനെ അവര് പല സ്ഥലങ്ങളിലായിട്ടാണ്
അതിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ഒരു കഴിവ്. അപ്പം ആ കഴിവിനെ വളർത്തിയെടുക്കുക. അപ്പൊ നമ്മൾ ഒരു ലെറ്ററിൽ നമുക്കത് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ലെറ്ററിൽ എനിക്ക് എത്രമാത്രം അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നിങ്ങളത് നോക്കണം ഓരോ ലെറ്റർ എഴുതുമ്പോഴും. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈഡ് സ്കോർ, അതായത് ബി ഓർ എബോവ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാർ മെത്തേഡിലൂടെയാണ് അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രൊഡ്യൂസ് ആൻ ഐഡന്റിറ്റി. എന്താണ് ഈ ഇൻട്രൊഡ്യൂസ് ആൻ ഐഡന്റിറ്റി പറയാനുള്ള കാര്യം? എന്താണ് ആ കണ്ടന്റിൽ എന്താണ് വരേണ്ടത്? അതായത് പേഷ്യന്റ് ഡീറ്റെയിൽസ്, നെയിം, ഏജ്, അഡ്രസ്. ഈ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഐ എന്ന് പറയുന്ന ഒരു ലെറ്ററിലൂടെ നമ്മൾ എഴുതേണ്ടിയുള്ളത്. ഇൻട്രൊഡ്യൂസ് ആൻ ഐഡന്റിറ്റി. രണ്ടാമത്തത് എസ് സ്റ്റാൻഡ്സ് ഫോർ സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉൾക്കൊള്ളിക്കാൻ, നമുക്ക് ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി ഉൾക്കൊള്ളിക്കാം, പിന്നെ ലൈഫ് സ്റ്റൈല്. ഈ കാര്യങ്ങൾ നമുക്ക് സിറ്റുവേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് റെക്കോർഡ്. ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. പിന്നെ അസസ്മെന്റിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എഴുതുക. പിന്നെ റിക്വസ്റ്റ് നമ്മൾ വാട്ട് ഈസ് അവർ, എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ളത് നമ്മൾ റിക്വസ്റ്റിൽ എഴുതുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സൈഡിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ കണ്ടന്റ് അതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന്. നിങ്ങൾക്ക് അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദ വീഡിയോ. പിന്നെ നമ്മൾ പറയുന്നത് പോലെ എഗെയിൻ 7 കമ്പോണന്റ് ഫോമാറ്റ് ഇല്ലെങ്കിലും ഈ 7 കമ്പോണന്റ്സ് നമ്മുടെ ലെറ്ററിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ 7 കമ്പോണന്റ്? അതായത് ഫസ്റ്റ് ഡേറ്റ് ആൻഡ് അഡ്രസ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു ഫോമാറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എക്സാമിന് അവിടെ ഒരു തിങ്ക് ചെയ്യാൻ, ഉൾക്കൊള്ളിക്കണം എന്ന് തിങ്ക് ചെയ്യാൻ അവിടെ സമയം എടുക്കല്. എപ്പോഴും ഡേറ്റ് എഴുതുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഡേറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്രസ് എഴുതോ, പിന്നെ സല്യൂട്ടേഷൻ, റെഫറൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻട്രോ പാരഗ്രാഫ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, സെക്കൻഡറി ഇൻഫർമേഷൻ, സോഷ്യൽ ഹിസ്റ്ററി, കൺക്ലൂഷൻ, പിന്നെ യുവർ സിൻസർലി നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മൾ എഴുതുന്ന ആളുടെ ഡെസിഗ്നേഷനും കൂടി നോക്കാം. അപ്പോൾ ഈ കണ്ടന്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ആ കേസ് നോട്ട് ഒന്ന് വായിക്കാം. കേസ് നോട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അതിനകത്തൂടെ പോയി അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. കേസ് നോട്ടിലൂടെ ഓരോ പോയിന്റും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ കേസ് നോട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കേസ് നോട്ട് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വായിക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക് ആണ്. അപ്പൊ ഞാനിവിടെ റൈറ്റിംഗ് ടാസ്ക് വായിക്കാനിപ്പോ. റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ബ്രൺസ്വിക് ഫാമിലി കെയർ ക്ലിനിക്, 44 ഡിക്കാർലി സ്ട്രീറ്റ്, ബ്രൗൺസ്വിക്, 3056, requesting monitoring and ongoing care be arranged for Mrs. Brampton, community nurse, to make sure Mrs. Brampton continues her cessation of smoking with the help of nicotine patches and Zyban. Zyban tablet to cease as soon as side effect occur, if any. Both Zyban and nicotine to cease as soon as cigarette has stopped. Letter should be 180 to 280 words. First 25 line will be considered. Then പിന്നെ ഇത് വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുക. This patient has been in your care going home from the Northern Community Hospital, Moreland, 3051. Patient Mavis Brampton, 72-year-old, admitted 10 January 2011, to be discharged 15 January 2011. Diagnosis, pleurisy. Background information. Mrs. Brampton has been widowed 25 years, has been an active member of the community all her life, is the current president of Probus in her area. She with her husband ran the Sydney Road news agency unit until the date at which the time she retired. Attend the local community center 3 times a week to play bingo. Has been a smoker all her life since 18 years of age.
current smoking 10 a day. Nursing notes. 10 Jan 2011, overweight, BMI 29, had chest X-ray, amoxicillin with supplementary O2, oxygen. Advice to give up smoking. BP 170/90, pulse 92, slightly raised temperature 89 degrees Celsius, and breathless. 12 Jan 2011, on low dairy diet, advice to give nicotine, productive cough, sputum culture done, pravastatin 20 mg per day, and silicosip 100 mg per day. 30 Jan 2011, deep breathing exercise started, is keeping to a non-smoking regime using nicotine patches and Zyban 150 ID. Be discharged 2011. Discharge plan. Support Mrs. Brampton. Needs monitoring for compliance. Needs helps with nutritious meal, meals on wheels, and housekeeping. Counsel home health. Assistance with shopping. Monitor health quit smoking plan. Watch for side effects from Zyban such as dry mouth and difficulty in sleep. Zyban should be stopped. Zyban to be withdrawn after 2 months, and nicotine patches to continue until smoking addiction is under control. അപ്പോൾ ഇവിടെ നമ്മുടെ കേസ് നോട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കേസ് നോട്ടിലേക്ക് പോകാം. ഓക്കെ, ആദ്യം ഞാൻ ഡേറ്റ് എഴുതിക്കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. 13 January 2011. ഓക്കെ, രണ്ടാമത് അവിടെ ഫുൾ സ്റ്റോപ്പോ കോമയോ ഒന്നും ഞാൻ, രണ്ടാമത് അഡ്രസ് എഴുതി ദ കമ്മ്യൂണിറ്റി. നിങ്ങൾ നോക്കൂ, അവിടെ അവര് തുടങ്ങിയിരിക്കുന്നത് ബ്രൺസ്വിക് ഫാമിലി കെയർ ക്ലിനിക്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയാണ് എഴുതിയിരിക്കുന്നത് കമ്മ്യൂണിറ്റി നഴ്സ് എന്ന്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോൾ ആ ബ്രൺസ്വിക് കൊണ്ട് തുടങ്ങാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, അതിനു മുമ്പ് ഫാമിലി കെയർ ക്ലിനിക്കിലേക്കായാലും ആ ഒരു റൈറ്റിംഗ് ടാസ്കിൽ എവിടെയെങ്കിലും അവർ ആർക്കാണ് എഴുതേണ്ടതെന്ന് തന്നിരിക്കും. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് അത് കണ്ടെത്തണം. അപ്പൊ അവിടുത്തെ കമ്മ്യൂണിറ്റി നഴ്സിന് വേണ്ടിയാണ് അത് എഴുതേണ്ടത്. കമ്മ്യൂണിറ്റി നഴ്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് തന്നെ എഴുതണം. ഫസ്റ്റ് എഴുതുമ്പോൾ ദ കമ്മ്യൂണിറ്റി നഴ്സ്, പിന്നെ നമ്മുടെ ഫോളോഡ് ബൈ നമ്മുടെ അഡ്രസ് എഴുതിയിട്ടുണ്ട്. അതിനകത്തും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, കോമ ഇല്ല, ഒന്നുമില്ല. ഇനി സല്യൂട്ടേഷൻ, ഡിയർ നഴ്സ്. ഇവിടെ നഴ്സിന്റെ പേര് ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിയർ നഴ്സ് എന്നെഴുതി കോമ ഇടുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ റെഫറൻസിൽ മിസസ് മാവിസ് ബ്രാംപ്റ്റൺ, കോമ, ഏജ് 72. ഇവിടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് ഏജ് എഴുതി 72. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ ലെറ്റർ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറയാണ്, ഈ ലെറ്ററിൽ കുറച്ച് ട്വിസ്റ്റ് ഉള്ള ലെറ്റർ ആണ്. അതാണ് നമ്മുടെ OET റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അത് കുറെ ട്വിസ്റ്റുകൾ കാണും ഈ ലെറ്ററിൽ. അപ്പൊ നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കേണ്ട. എന്തെന്ന് നമ്മൾ ഓരോരുത്തരും ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ 100 ആൾക്കാരുണ്ട്. ഓരോരുത്തരും എഴുതുന്നത് ഓരോ രീതിയിലായിരിക്കും. പക്ഷെ അത് നമുക്കൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു പ്രോബ്ലം ഇല്ല. നമുക്കതിന് നമ്മുടെ മാർക്ക് കുറയ്ക്കുക ഒന്നുമില്ല. പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ അത് നമ്മൾ എങ്ങനെ എഴുതുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അല്ലതല്ല ഞാൻ ഇങ്ങനെ എഴുതിയത്, ഞാൻ ഈ സെന്റൻസ് എഴുതിയത്, അല്ലെങ്കിൽ ഞാൻ ഈ പാരഗ്രാഫിലാണ് ഇത് ഉൾക്കൊള്ളിച്ചത് എന്നുള്ളതിൽ കാര്യമില്ല. കാരണം ഈ പ്രത്യേകിച്ച് റൈറ്റിംഗിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ റൈറ്റിംഗ് തന്നെ നമുക്ക് 2 രീതിയിൽ അത് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഞാനിപ്പോ എന്റെ ഇൻട്രോ പാരഗ്രാഫ് ഒന്ന് വായിക്കുകയാണ്. Mrs. Mavis Brampton, who requires monitoring and ongoing management for cessation of smoking. She was diagnosed with pleurisy and scheduled for discharge on 15 January 2011. അപ്പോ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ്. ഓക്കെ,
ആണ് ഞാൻ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിന് ഇവിടെ ഒരു ഡയഗ്നോസിസും ഉണ്ട്, പിന്നെ പർപ്പസിൽ അവർ പറഞ്ഞേക്കുന്നത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്ലൂറസി ആണ് ഇവിടെ. പിന്നെ നമ്മുടെ പർപ്പസ് അവർ പറഞ്ഞിരിക്കുന്നത് സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പേഷ്യന്റിനെ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സ് ചെയ്യുന്നത്. ആ ഡയഗ്നോസിനെ ഇത് ചെയ്തല്ല അവർ വിട്ടേക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നോക്കണം. ഓക്കെ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ വിടുന്നു, അത് നമ്മൾ പർപ്പസിൽ അവിടെ എഴുതണം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ പർപ്പസിന് പ്രയോറിറ്റി കൊടുത്ത് എഴുതുക. അത് നമ്മുടെ പിന്നെ OET 2 അനുസരിച്ച് അവര് പർപ്പസിനെ പ്രോമിനന്റ് കൊടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും. കാരണം നേരത്തെയുള്ള സമയത്തൊക്കെ നമ്മൾ ഡയഗ്നോസിസ് എഴുതിയാണ് പലരുടെയും ലെറ്റർ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എഴുതുമ്പോൾ ഈ പർപ്പസിനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയാൽ കുറച്ചുകൂടി നന്നാവുമെന്ന്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഞാൻ എഴുതിയത് I am writing to refer Mrs. Mavis Brampton who requires ongoing monitoring and ongoing management for cessation of smoking. അപ്പൊ അതിനാണ് നമുക്ക് മോണിറ്ററിങ്ങും ഓൺഗോയിങ് മാനേജ്മെന്റും വേണ്ടത്. പിന്നെ എഴുതി അവള് പ്ലൂറസി ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഷി വാസ് ഡയഗ്നോസ് വിത്ത് പ്ലൂറസി. പിന്നെ ഈ 13-ാം തീയതിയാണ് നമ്മുടെ ഡേറ്റ് നമ്മൾ എഴുതുന്നത്. പേഷ്യന്റ് ഈസ് ഫോർ ഡിസ്ചാർജ് ഓൺ 15th. അപ്പൊ നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. ആ ഫ്യൂച്ചറിലുള്ള കാര്യമാകുമ്പോൾ അത് സ്കെഡ്യൂൾഡ് ഫോർ ഡിസ്ചാർജ് എന്നോ ഡ്യൂ ഫോർ ഡിസ്ചാർജ് എന്നോ നമുക്ക് പല രീതിയിലും ആ സെന്റൻസിനെ എഴുതാം. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം. മിസ്സിസ് ബ്രാംപ്ടൺ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 10 January 2011 with complaints of breathlessness, fever and productive cough. Series of investigations confirmed the diagnosis. Therefore, she was commenced on intravenous amoxicillin, pravastatin 20 mg and celecoxib 100 mg daily along with supplementary oxygen. In addition, she was advised to quit smoking. Today, deep breathing exercise was initiated for her along with Zyban 150 mg twice daily and nicotine patches which need to be continued until addiction is under control. ഈ ഒരു പാരഗ്രാഫ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് എടുത്താല് പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് 10-ാം തീയതിയാണ്. അവിടെ ആ 10-ാം തീയതിയിലുള്ള ഇൻഫർമേഷൻസും 12-ാം തീയതിയിലെ ഇൻഫർമേഷനും കൂടി ഞാൻ എഴുതിയപ്പോൾ ഞാൻ അത് ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാനത് ഒരുമിച്ച് എഴുതാനുള്ള കാരണം നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് നേഴ്സിനാണ്. എന്തിനാണ് എഴുതുന്നത്? നമ്മൾ സ്മോക്കിംഗ് സെസേഷൻ ആണ് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതിനെ അധികം ഇമ്പോർട്ടന്റ് കൊടുക്കാതെ ലാസ്റ്റ് പാർട്ടിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത്, സ്മോക്കിംഗ് സെസേഷനുള്ള വേണ്ടി. കാരണം ഈ ഒരു പേഷ്യന്റിന് നമ്മളിങ്ങനെ പറയാണ്, രണ്ട് രീതിയിൽ നമുക്ക് വളരെ നന്നായിട്ട് ഇതിനെ എഴുതാം. പിന്നെ നമ്മളിപ്പം 10th പേഷ്യന്റ് വന്നു, ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നു, നെക്സ്റ്റ് ഡേ വേറൊരു കംപ്ലൈന്റ് ആയിട്ട് തുടങ്ങി, പിന്നെ 10th ഒരു മെഡിക്കേഷൻ കൊടുത്തു, പിന്നെ 10th ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, 12th വന്ന് വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേസ് നോട്ടിൽ. ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 10th പേഷ്യന്റ് വന്നു, ബ്രെത്ത്ലെസ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഫീവറും ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. 12-ാം തീയതിയാണ് ആ പേഷ്യന്റ് പ്രൊഡക്റ്റീവ് കഫ് തുടങ്ങിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോ ആ 10-ാം തീയതി എന്നിട്ട് ചെസ്റ്റ് എക്സ്റേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 12-ാം തീയതിയാണ് സ്പ്യൂട്ടം കൾച്ചർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് 2 ഡേറ്റിലും ഓരോ ഇൻവെസ്റ്റിഗേഷൻ അവർ ഇട്ടു. പിന്നെ നമ്മൾ മെഡിസിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 10-ാം തീയതി കുറച്ച് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. IV അമോക്സിലിൻ 10-ാം തീയതി കൊടുത്തിട്ടുണ്ട്. 12-ാം തീയതിയാണ് ബാക്കിയുള്ള മെഡിസിൻസ് എല്ലാം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ എഴുതുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ വേണമെങ്കിലും ഈ കേസ് നോട്ടിനെ നമുക്ക് വളരെ അറേഞ്ച് ചെയ്യാം. അവിടെ ഒന്നും ഇല്ലാതെ നമുക്ക് മാർക്ക് സ്കോറിനെ ഒന്നും ഇത് ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് സ്മോക്കിംഗ് സെസേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ കേസ് നോട്ടിനെ ഞാൻ അവിടെ എല്ലാം കൂടി ഒരുമിച്ചിട്ടു. അതായത്
കംപ്ലൈന്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് ഓഫ് ബ്രെത്ത്ലെസ്നെസ്, ഫീവർ ആൻഡ് പ്രൊഡക്റ്റീവ് കഫ്. പിന്നെ രണ്ടാമത് ആ ഇൻവെസ്റ്റിഗേഷൻ സെന്റൻസിൽ ഞാൻ എഴുതി. മൂന്നാമത് ആ മെഡിക്കേഷൻ എല്ലാം കൂടി മൂന്നാമത്തെ സെന്റൻസിൽ എഴുതി. അങ്ങനെയാണ് ഞാൻ അതിനെ അറേഞ്ച് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അഡ്വൈസ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. ടുഡേ ഡീപ് ബ്രീതിങ് എക്സസൈസ് വാസ് ഇനിഷ്യേറ്റഡ് ഫോർ ഹർ അലോങ് വിത്ത് Zyban 150 mg twice daily and nicotine patches, which need to be continued until addiction is under control. ലാസ്റ്റ് സെന്റൻസിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിനോട് കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്തായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾക്ക്, എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പിന്നെ ഐഡിയാസ് കാണും അവിടെ വേറെ. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്ക് ചെയ്യാം. രണ്ടാമത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയാൽ മിസ്സസ് ബ്രാംപ്റ്റൺ ഈസ് എ വിഡോ ആൻഡ് ആക്റ്റീവ് മെമ്പർ ഇൻ ദ കമ്മ്യൂണിറ്റി. She has been a chronic smoker since 18 years of age and smokes 10 cigarettes per day. Her body mass index is 29, hence she was advised to have a low dairy diet and assistance for nutritious meal through Meals on Wheels. അപ്പോൾ ഈ ഒരു പാരഗ്രാഫില് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ കേസ് നോട്ടിലേക്ക് നോക്കൂ നിങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇറിലവന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോ പറയാം. Okay, she has been active. Okay, then is the current president of Prabhu's in her area. She with her husband ran a Sydney Road news agency until his death, and at which the time she retired. Attends local community center 3 times a week. These things and play bingo. All these things അവിടെ ഒരു ഇറിലവന്റ് ആണ്. നമ്മുടെ ഒരു റീഡറിന് ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ റീഡറിനെ കോറിലേറ്റ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് റീഡറിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം ഞാനത് അസസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ റീഡറിന് അവിടെ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്തു. പിന്നെ അത് വിഡോ ആണെന്ന് പറഞ്ഞു, ആക്റ്റീവ് മെമ്പർ ഇൻ ദ കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. ക്രോണിക് സ്മോക്കർ സിൻസ് 18 ഇയേഴ്സ് ഓഫ് ഏജ് എന്ന് അവിടെ എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ സ്മോക്കിംഗ് സെസേഷനിലേക്കാണ് പോകുന്നത്. ഒരു ലോങ് ടേം ആയിട്ട് ഈ പേഷ്യന്റ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു തീവ്രത നമുക്ക് നമ്മുടെ റീഡറിന് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ എത്ര സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നു എഴുതണം. എന്നെങ്കിൽ മാത്രമേ അവർക്ക് എത്രമാത്രം ആ സ്മോക്കിംഗ് സെസേഷൻ എത്രമാത്രം ആ ഒരു ഇന്റൻസിറ്റി കൊടുക്കണമെന്ന് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് ഈസ് 29, hence she was advised to have a low dairy diet and assistance for nutritious meal through Meals on Wheels. ഇത് ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ എഴുതാനുള്ള കാര്യം എന്റെ ഫസ്റ്റ് പാരഗ്രാഫ് കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ എടുത്ത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് എഴുതിയെന്നേ ഉള്ളൂ. അവിടെ നമ്മള് ബോഡി മാസ് ഇൻഡെക്സിന്റെ കാര്യം എപ്പോഴും സോഷ്യൽ അവിടെ എഴുതുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും വിചാരിക്കുക, ഈ കേസ് നോട്ടിൽ നമ്മുടെ 2 സ്ഥലത്തായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിടത്ത് പറയുന്നുണ്ട് പേഷ്യന്റിന് ലോ ഡയറി ഡയറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ന്യൂട്രീഷ്യസ് മീൽ ത്രൂ മീൽസ് ഓൺ വീൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 ഡിഫറെന്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. എപ്പോഴും അതിനെ ഒരു ജോയിൻ ചെയ്ത് എഴുതുക. ആ കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ റീഡറിന് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. അവർക്ക് വായിക്കാൻ ഒരു സുഖവും കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിപ്പോൾ എൻ്റെ അടുത്ത ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. It would be appreciated if you could monitor Mrs. Brampton's medication complaints and quit smoking plan. Please note, Zyban needs to be stopped after 2 months. Kindly discontinue Zyban immediately if any side effects occur noted, such as dry mouth and sleeping difficulties. Of note, please provide her shopping and housekeeping assistance. ഈ ഒരു പാരഗ്രാഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കേസ് നോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ സൈബാനെയും നിക്കോട്ടിൻ പാച്ചസിനെയും വെച്ചിട്ട്. ഓക്കെ, അത് 3 കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു 4 സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെ അത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? അതായത് ഒരിടത്ത് അവർ പറഞ്ഞു പേഷ്യന്റ്
സൈബാനും നിക്കോട്ടിൻ പാച്ചസും നമുക്ക് സ്മോക്കിംഗ് സെസേഷൻ അണ്ടർ കൺട്രോൾ ആകുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞു. ഓക്കെ, അണ്ടർ കൺട്രോൾ ആകുന്നത് വരെ കൊടുക്കാം. അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. സൈബാൻ ആൻഡ് നിക്കോട്ടിൻ പാച്ചസ് ടു ബി കണ്ടിന്യൂ അണ്ടിൽ ദ സ്മോക്കിംഗ് സെസേഷൻ അണ്ടർ കൺട്രോൾ എന്ന് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതും കൂടി എഴുതുമ്പോൾ എന്റെ ഈ പാരഗ്രാഫ് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് അവിടെ സൈബാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഒരു ലൈൻ ചേർത്ത് ഞാൻ അതിനെ ജോയിൻ ചെയ്ത് എഴുതിയത്. വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂ അണ്ടിൽ ദ ദിസ് ക്രേവിങ്സ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് എഴുതിയത്. പിന്നെ ഈ കേസ് നോട്ടിൽ വേറൊരു സ്ഥലത്ത് പറയാണ് 2 മാസം ആകുമ്പോൾ അത് സൈബാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവര് പറയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കോ, സ്മോക്കിംഗ് സെസേഷൻ അണ്ടർ കൺട്രോൾ ആകുന്നത് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കോ. എന്നിരുന്നാൽ തന്നെയും 2 മാസം ആകുമ്പോൾ സൈബാൻ അങ്ങ് നിർത്തിയേക്കണം. കാരണം നമുക്കറിയാം ചില മെഡിക്കേഷൻസ് നമ്മൾ പറയും അത് ലിവറിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ റീനലിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇത്ര നാളത്തേക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെയാണ് അവർ എടുത്തു പറഞ്ഞേക്കുന്നത്. അവർ 2 മാസത്തിൽ പേഷ്യന്റിന് അണ്ടർ കൺട്രോൾ ആയില്ലെങ്കിൽ സൈബാന് 2 മാസം ആകുമ്പോൾ അങ്ങ് നിർത്തുക. അവരൊരു മാക്സിമം പീരീഡ് പറഞ്ഞതാണ് 2 മാസം കൺട്രോൾ ചെയ്യാനുള്ള. അവിടെ കൺട്രോൾ ആയില്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ സൈബാൻ നിർത്തുക. അതല്ല എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഇമ്മീഡിയറ്റ് സൈഡ് ഇഫക്റ്റ്, അതായത് ഡ്രൈ മൗത്ത്, സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടീസ്, അങ്ങനെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ സൈബാൻ നിർത്തിയേക്കണം എന്നും പറഞ്ഞു. അപ്പൊ സൈബാൻ ഒരു ചെറിയൊരു എന്താ പറയാ, നമുക്ക് സൈഡ് ഇഫക്റ്റ് ഉള്ള ഒരു മെഡിസിൻ ആയിരിക്കാം. മേ ബി ചിലർക്ക് അത് സൈഡ് ഇഫക്റ്റ് വരുമായിരിക്കാം. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അവരതിന്റെ തീഷ്ണത കാട്ടി അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം 4 ഇടത്തായിട്ട് കിടക്കുന്ന ഒരു നോട്ടാണ് അത്. നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓഫ് നോട്ട് പ്ലീസ് പ്രൊവൈഡ് ഷോപ്പിംഗ് ആൻഡ് ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻസ്. അതാണെങ്കിലും അത് 2 സ്ഥലത്തായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരുമിച്ച് എഴുതുക. പിന്നെ ആ പാരഗ്രാഫിന്റെ ആദ്യം മെഡിക്കേഷൻ കംപ്ലൈന്റ് മോണിറ്റർ ചെയ്യാനും ക്വിറ്റ് സ്മോക്കിംഗ് മോണിറ്ററിംഗ് എല്ലാം 2ഉം കൂടെ ഒരുമിച്ച് എഴുതുക. 2 മോണിറ്ററിംഗ് കൂടി ഒരുമിച്ച് എഴുതുക. പിന്നെ 2 അസിസ്റ്റൻസ് വേണ്ടത് എവിടെയാണ്? ഷോപ്പിങ്ങിനും ഹൗസ് കീപ്പിങ്ങിനും. ആ 2 അസിസ്റ്റൻസോട് ഒരുമിച്ച് എഴുതുക. പിന്നെ വരുന്നത് നമ്മുടെ ആ സൈബാന്റെ കാര്യങ്ങൾ, അത് 2ഉം കൂടെ ഒരുമിച്ച് എഴുതുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ വേറെ രീതിയിൽ എഴുതി കാണുമായിരിക്കും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ പോവാണ്. ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറി do not hesitate to contact me. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ എഴുതി. നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എഴുതി, കാരണം ഇവിടെ പേരൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എഴുതി കോമ ഇട്ടു. പിന്നെ രജിസ്റ്റേർഡ് നഴ്സ്, കാരണം അവിടെ നമ്മുടെ നഴ്സിന്റെ ഡെസിഗ്നേഷൻ അവിടെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രജിസ്റ്റേർഡ് നഴ്സ് എഴുതി അവിടെ നിർത്തിയത്. അപ്പോൾ ഈ കേസിനോട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.